നമസ്കാരം, ഇൻസ്കൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ക്യാപ്ച. ഞാൻ റോബോട്ട് അല്ല, ഐ ആം നോട്ട് എ റോബോട്ട്. നിങ്ങൾ ഓൺലൈനിൽ പല ഭാഗങ്ങളിൽ ഫോം ഫില്ല് ചെയ്യുമ്പോഴും പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴും ഇംഗ്ലീഷിലെ പല ലെറ്ററുകൾ പല രീതിയിൽ നിങ്ങൾ പല സ്ഥലത്തും ടൈപ്പ് ചെയ്തുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ക്യാപ്ച, എന്താണ് ഈ റീക്യാപ്ച എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. ക്യാപ്ച എന്ന് വേണ്ട ഓരോ ലെറ്ററിനും ഓരോ മീനിങ് ഉണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഒരു ടെസ്റ്റ് വെച്ച് ഇത് മനുഷ്യനാ അല്ലെങ്കിൽ റോബോട്ടാ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ക്യാപ്ച. ഈ ക്യാപ്ച എന്തിന് ഡെവലപ്പ് ചെയ്തു എന്ന് അറിയുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറേ ബേസിക്സ് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എത്രമാത്രം പാടാണെന്ന് നമുക്കറിയാം. നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ട്രെയിൻ ടിക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുകയില്ല. ഒത്തിരി ആൾക്കാർ ഒരേ സമയം ബുക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടാത്തത് ഒരു കാരണമാണ്. മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓട്ടോമേറ്റഡ് പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്കിങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എനിക്ക് കോഡിംഗ് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന ഭാഗത്ത് ഇത് ഫില്ല് ചെയ്യണം, ഇന്ന ഭാഗത്ത് ഇത് ടിക്ക് ചെയ്യണം എന്നെല്ലാം കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെയുള്ള ബുക്കിങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റും. ഇങ്ങനെ നിരവധി പേർ ഇങ്ങനെ ഓട്ടോമാറ്റഡ് പ്രോഗ്രാം ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ലഭിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ തൽക്കാൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ടിക്കറ്റുകൾ പെട്ടെന്ന് തീർന്നു പോകും. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ഫോം ഫില്ല് ചെയ്ത് 2-3 മിനിറ്റ് കൊണ്ടൊരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ 5-10 സെക്കൻഡ് കൊണ്ട് കമ്പ്യൂട്ടറിലെ ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകൾ ഇത് ഫില്ല് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഇത് 1-2 ടിക്കറ്റല്ല, 100 കണക്കിന് ടിക്കറ്റുകൾ ഇങ്ങനെ 5 സെക്കൻഡ് 10 സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ ഓട്ടോമേറ്റഡ് പ്രോഗ്രാം വെച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഇങ്ങനെയുള്ള സേവനങ്ങൾ ആൾക്കാർ ഉപയോഗപ്പെടുത്തുമ്പോൾ സാധാരണ ആൾക്കാർ മാനുവലി ടൈപ്പ് ചെയ്ത് ചെയ്യുന്നവർക്ക് ഇത് ലഭിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദുരുപയോഗങ്ങൾ തടയാൻ വേണ്ടിയാണ് ക്യാപ്ച ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പിന്നെ നമുക്ക് ഇന്നറിയാം, ഓൺലൈനിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഫേക്ക് അക്കൗണ്ടുകൾ നിരവധി ക്രിയേറ്റ് ചെയ്യാനും ഫേക്ക് ഇമെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഇങ്ങനെ ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് സാധിക്കും. ഇങ്ങനെയുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി 2003 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ക്യാപ്ച. അപ്പോൾ ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകൾ ഇന്ന ഭാഗങ്ങൾ ടിക്ക് ചെയ്ത് ഇന്ന ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ക്യാപ്ച ഓട്ടോമാറ്റിക്കായിട്ടൊരു നമ്പറോ വേർഡോ ജനറേറ്റ് ചെയ്യുന്നു. ഈ ക്യാപ്ച ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഇമേജിലാണ്. ഡൈനാമിക്കായി ഓരോ പ്രാവശ്യവും ഓരോ വേർഡും ഓരോ നമ്പേഴ്സും ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകൾക്ക് അന്നത്തെ ആ സമയത്ത് 2003 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഈ നമ്പറോ വേർഡോ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഓട്ടോമേറ്റഡ് പ്രോഗ്രാമുകൾ സ്റ്റക്കായി പോകുന്നു. അവിടെ മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആ വേർഡോ ലെറ്ററോ ടൈപ്പ് എൻട്രി ചെയ്ത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ഡിക്ലെയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇത്തരം ഫോമുകൾ എൻട്രി ചെയ്യുന്നത് യഥാർത്ഥ മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരുന്നു ഈ ക്യാപ്ച. പതുക്കെ ടെക്നോളജി അഡ്വാൻസ് ആയി കഴിഞ്ഞപ്പോൾ OCR എന്നൊരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നു, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഒരു ഇമേജിലുള്ള ടെക്സ്റ്റ് കമ്പ്യൂട്ടറിൽ അതേ രീതിയിൽ റീഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് OCR ടെക്നോളജി അഡ്വാൻസ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഇമേജിലുള്ള നമ്പറുകളും ഇമേജുകളും എല്ലാം ഹാക്കേഴ്സ് റീഡ് ചെയ്ത് ഈ ക്യാപ്ച ടെക്നോളജിയെ ഹാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ക്യാപ്ചയെ അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടി റീക്യാപ്ച എന്ന ടെക്നോളജി വന്നത്. റീക്യാപ്ച എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ OCRന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ലെറ്റേഴ്സും വേർഡ്സും അവർ ഡിക്ഷണറിയിലുള്ള ഏതൊക്കെ വേർഡാണോ OCRന് കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെ വേർഡാണോ OCRന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം OCRന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ലെറ്ററുകൾ അവർ 2 ലെറ്ററായിട്ട് ചരിച്ചും വളച്ചും OCRന് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരയിട്ടും സ്ട്രൈക്ക് ചെയ്തും ചരിച്ചും വളച്ചുമെല്ലാം റീക്യാപ്ച എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിച്ചു. ഇത് OCRന് പെട്ടെന്ന് റീഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഈവൻ മനുഷ്യർക്ക് തന്നെ ഇതൊരു 3-4 പ്രാവശ്യം റീഡ് ചെയ്താലേ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചും പാസ്വേഡുകൾ എൻ്റർ ചെയ്യുമ്പോഴെല്ലാം ഈ റീക്യാപ്ച നമ്മളും പലപ്പോഴും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റീക്യാപ്ച ടെക്നോളജി വളർന്നു വന്ന് കഴിഞ്ഞപ്പോൾ 2009 ഗൂഗിൾ ഈ റീക്യാപ്ചയെ അക്വയർ ചെയ്തു. ഇപ്പോൾ ഗൂഗിളിലെ എഞ്ചിനീയേഴ്സ് റീക്യാപ്ചയെ കൂടുതൽ സെക്യൂർഡ് ആക്കി കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കിക്കൊണ്ടിരിക്കാൻ ഇപ്പോഴും ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ റീക്യാപ്ചയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു വേർഡോ ലെറ്ററോ മാത്രമല്ല, കുറേ ഇമേജുകൾ കാണിച്ചിട്ട് ഇതിൽ എത്ര ബസ്സുണ്ട്, ഇതിൽ എത്ര കാറിൻ്റെ ഇമേജ് ഉണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്ച ടെക്നോളജിയാണ് ഗൂഗിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ എത്ര നേരം കമ്പ്യൂട്ടർ ചെലവഴിച്ചു, ഏത് IP അഡ്രസ്സിൽ നിന്നാണ് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മൗസ് മൂവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഈ റീക്യാപ്ചയിലൂടെ ട്രാക്ക് ചെയ്യാൻ ഗൂഗിൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൽ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ക്യാപ്ച എൻട്രി ചെയ്യേണ്ടി വരും. നമ്മൾ സക്സസ് ആവുന്നതോടം വരെ ഈ ക്യാപ്ച നമ്മൾ എൻട്രി ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളുണ്ട്.
നിങ്ങൾക്ക് ക്യാപ്ചയെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.